ഉമ്മയും ഉദാരത കാണിച്ചിട്ട് വിട്ടുവീഴ്ച കാണിച്ചിട്ട് അവര് പഠിക്കാതെ എങ്ങാനും ജാഹിലീങ്ങളായിട്ട് അതപ്പതിച്ചു പോയാൽ നാളെ ആഖിറത്തിലെത്തിയിട്ട് ഈ വാപ്പായും ഉമ്മയും തലനിവർത്തി നിൽക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട. അത് പ്രതീക്ഷിക്കണ്ട. അത് ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും. ഇന്നല്ലാഹ യസ്അലുൽ വാലിദ അൻ വലദിഹി. മക്കളോട് ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം വാപ്പായെ വിളിച്ച് ചോദിക്കും. മാദാ തബ്തഹു വമാദാ അല്ലംതഹു ഇന്നക മസ്ഊലുൻ അൻ റഇയതിഹി. ചോദ്യം ഉണ്ടാവും. എന്താ പഠിപ്പിച്ചു? നീ ഇൽമു പഠിപ്പിച്ചോ? ഖുർആൻ പഠിപ്പിച്ചോ? ദീൻ പഠിപ്പിച്ചോ? ശരീഅത്ത് പഠിപ്പിച്ചോ? IAS ആക്കി അല്ലാഹ് IPS ആക്കി അല്ലാഹ് അതൊക്കെ ആക്കിക്കോ. അതൊക്കെ നമുക്ക് ദുനിയാവ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ അതുക്കും മേലെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ. പക്ഷെ IAS IPS കാരനായിരിക്കുമ്പോൾ ളുഹറിന്റെ വാക്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ എത്തിയിരിക്കണം. പറ്റുമോ? ഈ ജോലിയുടെ ഇടയിൽ നോമ്പ്, ഫർളായ നോമ്പ് നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് മുറുകെ പിടിക്കണം. ഇസ്ലാമിക ശരീഅത്ത് മറ്റു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇസ്ലാമിക ശരീഅത്ത് മാറ്റിവെക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ നമ്മൾ മാറ്റിവെക്കരുത്. ചില സാഹചര്യത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട് അത് ആ സാഹചര്യം, അത് വേറെ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുമായുള്ള ബന്ധമാണ് നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ടത്. അതിന് ഇൽമു വേണം. ഇൽമില്ലാത്ത ഒരു കാലഘട്ടം വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ ശഫീഉന റസൂലുള്ളാഹി. لا تزال الأمة على شريعة حسنة ما لم يظهر فيهم ثلاث. മൂന്ന് കാര്യങ്ങൾ വെളിപ്പെടാത്തിടത്തോളം കാലം ഈ സമുദായം ശരീഅത്തുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കും. അതിൽ ഒന്ന് മാ ലം യുഖ്ബലു മിൻഹും അൽ ഇൽമു. ഇൽമ് പിടിക്കപ്പെടാത്ത കാലഘട്ടത്തോളം, മദ്രസകൾ തകർക്കപ്പെടാത്ത കാലഘട്ടത്തോളം, ഉലമാക്കൾ ജീവനോടെ ഇരിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ പഠിപ്പിച്ചേരുന്ന ഉലമാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, മദ്രസകളുണ്ട്, ദീനിന്റെ സ്ഥാപനങ്ങളുണ്ട്, മസ്ജിദുകളുണ്ട്. എന്താണ് ശരീഅത്ത് എന്ന് പഠിപ്പിച്ചേരാനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം എന്റെ സമുദായം ശരീഅത്തിൽ നിന്ന് പുറത്തു പോകൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ ഓർത്തോ, ഓപ്പോസിറ്റ് അല്ലാഹു റസൂൽ പറഞ്ഞു, എല്ലാം ശരീഅത്തിൽ നിന്ന് പോകും. ഇന്ന് സ്ഥാപനമുണ്ട്, പഠിപ്പിക്കാൻ സംവിധാനങ്ങളുണ്ട്, പക്ഷെ പഠിക്കാൻ മക്കളില്ല. പഠിക്കാൻ മക്കളില്ല. സ്ഥാപനമുണ്ട്, പഠിപ്പിക്കാൻ ഉസ്താദന്മാരുണ്ട്. ഏത് ആധുനിക സംവിധാനത്തിലൂടെ വേണമെങ്കിലും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയും നിനക്ക് ദീൻ പഠിപ്പിച്ചു തരാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ പഠിക്കാൻ നീ എന്ത് തയ്യാറാകുന്നില്ല? ഇപ്പോൾ നീ ചന്ദ്രയാനിൽ പോകാനാണ് നിനക്ക് ഉത്സാഹം, വലിയ സയന്റിഫിസ്റ്റ് ആകാനാണ് നിന്റെ ആഗ്രഹം. നീ ഏറ്റവും വലിയ ടെക്നോളജിയുടെ ഉത്തുംഗ സോപാനത്തിൽ അതിൽ വിരാജിച്ച് എങ്ങനെ അതിനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിന്റെ ആഗ്രഹം. എന്നാൽ അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആൻ ഇറക്കി. ഈ ഖുർആനിൽ ഈ സയൻസ് ഉണ്ടല്ലോ, മെഡിക്കൽ ഉണ്ടല്ലോ, ബയോളജി ഉണ്ടല്ലോ, മാത്സ് ഉണ്ടല്ലോ, എല്ലാം ഈ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ ഒന്ന് ഗവേഷണം നടത്തിയിട്ട് ഭൗതികവുമായി നിനക്കൊന്ന് ടച്ച് ചെയ്ത് അതുമായി ഒന്ന് തുലനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ? അതിനൊരു പരിശ്രമം നടത്തിക്കൂടെ? അതില്ല. യൂറോപ്യൻകാര്, പാശ്ചാത്യന്മാര് ഖുർആനെ ഗവേഷണം ചെയ്തിട്ടാണ് ഇന്ന് ഭൗതികമായ പല മേഖലകളിലും കടന്നുകൂടി അവർ കണ്ടെത്തലുകൾ നടത്തുന്നത്. അത് ഖുർആനെ ഗവേഷണം ചെയ്തിട്ടാണ്. എല്ലാം ഉണ്ടല്ലോ ഖുർആനിൽ, എല്ലാം ഉണ്ടല്ലോ ഖുർആനിൽ. ഏത് കാര്യങ്ങളാ ഖുർആനിൽ ഇല്ലാത്തത്? എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കേണ്ട ശൈലിയിൽ നമ്മൾ പഠിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചുമ്മാ ഇങ്ങനെ കത്ത ഓതി പോയാൽ പോരാ. കത്ത ഓതി പോയാൽ അത് കത്ത ഓതാനേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇടക്കിടക്കല്ല ചോദിക്കുന്നത്, ചിന്തിക്കാതെയാണോടെ നീ ഓതുന്നത്? ഓതടേ, നീ ചിന്തിച്ചോതെ. ഇതൊക്കെ ഓർക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും ഇതിൽ ദൃഷ്ടാന്തം ഉണ്ടെന്ന് ചിന്തിക്കും, മനസ്സിലാക്കുക. ഇതാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പഠിക്കണം ഖുർആൻ, അങ്ങനെ മക്കളെ പഠിപ്പിക്കണം ഖുർആൻ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ ദുആ ചെയ്തത്, അല്ലാഹ് ബിജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹു എന്റെ മക്കളെയൊക്കെ നീ നിസ്കാരമുള്ളവനാക്കണേ പടച്ചോനെ. എന്റെ മക്കളെ ഒന്നും നീ പഴപ്പിക്കില്ല പടച്ചോനെ. ഞങ്ങളൊക്കെ നീ മുസ്ലിമാക്കി തന്നെ ജീവിപ്പിച്ച് മുസ്ലിമാക്കി തന്നെ മരിപ്പിക്കണേ പടച്ചോനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടുകാർക്ക് കൊണ്ട് ദുആ ചെയ്ത കൂട്ടത്തിൽ ഇബ്രാഹിം നബി മക്കളുടെ കാര്യം മറന്നില്ല. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബ ഷരീഫിന് വേണ്ടി ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ എന്നെയും എന്റെ സന്താനങ്ങളെയും ബിംബ ആരാധകരാക്കരുതേ അല്ലാഹ്. പടച്ചവനെ, വടവൃക്ഷത്തിന്റെ മുന്നിലോ ദീപത്തിന്റെ മുന്നിലോ ശിലകളുടെ മുന്നിലോ പോയി നമ്രശിരസ്കരാകുന്നവരായി എന്റെ മക്കളെ നീ നാണം കെടുത്തി നിന്ദ്യരാക്കല്ലേ അല്ലാഹ്. വജഅൽനാ മുസ്ലിമൈനി ലക, നിന്നെ കീഴ്വണങ്ങുന്ന വഴിപ്പെടുന്ന മക്കളാക്കി മാറ്റണേ അല്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്. നമ്മുടെ ദുആയോ, അല്ലാഹ് എന്റെ മോൻ പഠിക്കുന്നു, നീ അവനെ എഞ്ചിനീയറാക്കണം, ഡോക്ടറാക്കണം, IAS കാരനോ IPS കാരനോ ആക്കണം അല്ലാഹ്, ആക്കിക്കോ. പടച്ചവനെ, ദീനീ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു ഡോക്ടർ, ദീനീ ചിട്ടയോടുകൂടി മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു എഞ്ചിനീയർ, ദീനീ ചിട്ടയോടുകൂടി ദീനിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു IPS IAS കാരനായ നല്ല ഒരു വ്യക്തിത്വമുള്ളവനാക്കി മാറ്റണേ അല്ലാഹ്. നമ്മുടെ ദുആ അങ്ങനെ ആവണം. വേണം, ഭൗതികം വേണം, പക്ഷെ ആത്മീയതയില്ലാതെ ഭൗതികം എന്തിന്? ഭൗതികം കിട്ടിയ ജോലി കിട്ടും, പക്ഷെ ആഖിറത്തിൽ പോകുമ്പോ എന്ത് ചെയ്യും? വാപ്പ പറയും, പടച്ചവനെ അവനെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടു, മദ്രസയിൽ വിട്ടു, അവൻ പഠിക്കാത്തവന് ഞാനാണ് കുറ്റക്കാരൻ. ഉടനെ മോൻ പറയും, അല്ലാഹുവേ കുറച്ച് ദിവസം മദ്രസയെ വിട്ടു, അല്ലാഹ് എന്തോ പഠിക്കാനോ ഒന്നും പറ്റിയില്ല, കൂടുതലും മറ്റേതിൽ പോയി പഠിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു പഠിച്ചവൻ, അതിനുവേണ്ടി ഫീസ് അടച്ചതും വാപ്പാണല്ലോ. 500 രൂപ മദ്രസയിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞ വാപ്പ 50,000 മാസം കോളേജിൽ കൊടുത്തിട്ട് എന്നെ പഠിപ്പിച്ചത് എന്റെ വാപ്പാണല്ലോ. അള്ളാഹടുത്ത് കള്ളം പറയാനൊന്നും പറ്റൂല മക്കളെ. ഉടായിപ്പ് പണിയൊന്നും അള്ളാൻ്റെ നടക്കൂല. രജിസ്റ്റർ എല്ലാം പൊക്കും അല്ലാഹ്. എന്നീ മദ്രസ എത്ര പൈസ കൊടുത്ത്, അവിടെ എത്ര പൈസ ഫീസ് കൊടുത്ത്, ഇതെല്ലാം പൊക്കും അല്ലാഹുതആല. മദ്രസയിൽ പൈസകൾ ഓരോരോ മദ്രസകളിൽ ഫീസ് വെച്ചിട്ടുണ്ട്, 2000 3000 എല്ലാം പെൻഡിങ് ആണ്, ഇതുവരെ കൊടുത്തിട്ടില്ല. സ്കൂളിൽ കൃത്യം ഇല്ലെങ്കിൽ കിട്ടൂല, അങ്ങോട്ട് കയറ്റൂല, അങ്ങനെയുണ്ട്. പരീക്ഷയ്ക്ക് ഇരുത്തൂല, അങ്ങനെയുണ്ട്. മദ്രസയിലാവുമ്പം ഉസ്താദിനെ വിളിക്കും, ഉസ്താദെ അപ്പ പൈസ തരാമായിപ്പോ ഉസ്താദെ ഒന്നിറക്കൻ്റെ ദീനിന്റെ കാര്യമല്ലേ കയറ്റി വിടേ എങ്ങനെ പരീക്ഷ എഴുതാം. അപ്പൊ അവിടെ ദീനിന് തെണ്ടി കാര്യം നടത്തണം. ഭൗതികതയ്ക്ക് തെണ്ടലില്ല, കെട്ട് കണക്കിന് ആദ്യം കൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ ഏതിനോട് താല്പര്യം പറയും? ഓരോ മദ്രസകൾക്ക് ഉന്നതമായ ഒരു നിലയിലേക്ക് എത്താൻ കഴിയാത്ത എന്താ? ഈ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. ഈ ഇൽമ ഖുർആൻ ആദ്യം പ്രയോറിറ്റി കൊടുക്ക്, ദീനിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കാതെ ഒറ്റ കല്ലിവല്ലി, അത് ആഖിറത്തിന് വേണ്ടിയുള്ളതല്ല, ആ ദുനിയാവ്. ഇതിനാദ്യം വെച്ചുകൊട്, പൈസ 10,000 വെച്ചുകൊട്, എന്നാ പഠിപ്പീര് എന്റെ മോനെ, ഹാഫിളാക്ക് ആലിമാക്ക് ഇങ്ങോട്ട് ഇറക്ക്. അൽഹംദുലില്ലാഹ്, അതാണ് വേണ്ടത്. ഇസ്കന്ദർ റോമി റഹ്മത്തുള്ളാഹി തആല വലിയ രാജാവായിരുന്നു, ഭൗതിക തലത്തിൽ ഉന്നതമായ രാജാവായിരുന്നു അദ്ദേഹം. തന്റെ മോനെ ഇൽമു പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടു. ആലിമീങ്ങളെ കണ്ട ബഹുമാനിക്കും, ഉസ്താദന്മാരെ കണ്ട അദ്ദേഹം ചാടി എഴുന്നേക്കും രാജാവ്. ഉടനെ ചോദിച്ചു, മാ ബാലിക തുഅല്ലിമുക, മാ ബാലിക തുഅല്ലിമു മുഅല്ലിമക, എന്താ നിങ്ങളുടെ ഉസ്താദന്മാരെ ഇത്രയും നിങ്ങൾ വലിയ ആദരവോടെ? മിൻ ആബായിക്കും വ ഉമ്മഹാത്തിക്കും, അവരുടെ മാതാപിതാക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ ഉസ്താദന്മാരെ ഇത്രയും വലിയ ബഹുമാന ആദരവ് നിങ്ങൾ നൽകുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ, ലി അന്ന അബീ വ ഉമ്മീ ഹത്തനി മിനസ് സമാഇ ഇലൽ അർദ് വ ഇന്ന മുഅല്ലിമി റഫഅനി മിനൽ അർദി ഇലസ് സമാ. ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ഉസ്താദന്മാരെ ബഹുമാനിക്കുന്നത് അറിയോ? വലിയൊരു ചക്രവർത്തി പറഞ്ഞ വാക്ക. എന്തുകൊണ്ടാണ് എന്റെ പണ്ഡിതനെ ഞാൻ ബഹുമാനിക്കുന്നത് എന്നറിയോ? എന്റെ വാപ്പയും ഉമ്മയും ആകാശത്തിൽ നിന്ന് എന്നെ ഭൂമിയിൽ ഇറക്കി കൊണ്ടുവന്നു, എന്റെ ഉസ്താദന്മാരെ ഭൂമിയിൽ നിന്ന് എന്നെ ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നു. അതിന്റെ കഴിവ് അവർക്കേ ഉള്ളൂ, വാപ്പാക്കും ഉമ്മാക്കും ഇല്ല. അവരിവിടെ കൊണ്ടുവന്ന് വിട്ടു തന്നു. ഇവിടെ നിന്ന് എന്നെ മുകളിലോട്ട് എത്തിക്കേണ്ടത് എന്റെ ഉസ്താദന്മാരുടെ കഴിവാണ്. അതുകൊണ്ട് അവരെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു, അൽ ഉലമാഉ അർഹമു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബായിഹിം വ ഉമ്മഹാത്തിഹിം. ഈ സമുദായത്തിൽ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഉറവിടം, നിറകുടം എന്ന് പറയുന്നത് ഉലമാക്കളാണ്. അവരുടെ മാതാപിതാക്കളെക്കാൾ. ഉടനെ ഫഖീല ലഹും കൈഫ, വാപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമാണോ ഉസ്താദന്മാർക്ക്, ആലിമീങ്ങൾക്ക്, പണ്ഡിത മഹത്തുക്കൾക്ക് മാതാപിതാക്കളെക്കാൾ സ്ഥാനമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെ, മാതാപിതാക്കൾ നമ്മുടെ മക്കളെ ദുനിയാവിലെ കുളത്തിൽ വീഴാതെ,
ദുനിയാവിലെ കടലിൽ വീഴാതെ, ദുനിയാവിലെ ചെളിക്കുണ്ടിൽ വീഴാതെ, ദുനിയാവിലെ തീയിൽ വീഴാതെ മാതാപിതാക്കൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഉലമാക്കൾ ആഖിറത്തിലെ തീക്കുണ്ടത്തിൽ വീഴാതെ തന്റെ മക്കളെ രക്ഷപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് അവർ ഈ ഉമ്മത്തി മുഹമ്മദിന്റെ ഏറ്റവും വലിയ അനുഗ്രഹീതരാണ്, കരുണയുള്ളവരാണ്. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഉലമാക്കൾക്ക് എത്ര വലിയ സ്ഥാനം! ഉലമാക്കൾക്ക് എത്ര വലിയ സ്ഥാനം! ഒരു വിളക്കിൽ ഒരു തീയിലേക്ക് പോയി വീഴാൻ പോകുന്ന കുട്ടിയെ പിടിച്ചു മാറ്റും വാപ്പ, അവനെ തീയിൽ വീഴാതിരിക്കാൻ. എന്നാ ഉസ്താദുമാര് മദ്രസയിൽ വന്ന് പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. മോനെ, നീ നിന്റെ മക്കളെയും നരകത്തിൽ പോവാതെ നീ സൂക്ഷിച്ചോ. ഇത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ദുനിയാവിലെ നരകല്ലല്ലോ വലുത്, ആഖിറത്തിൽ നരകല്ലേ വലുത്. അവിടെ പോകുമ്പോ ആരെന്ത് ചെയ്യും? അവിടെ പോകുമ്പോ ആരോട് ചോദിക്കും? അതിന് പരിഹാരം ആര് കാണും? എന്റെ വാപ്പ പഠിപ്പിച്ചില്ല അല്ലാ, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചില്ല അല്ലാ എന്ന് പറഞ്ഞു പോയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും ആ ഗതി? എന്തായിരിക്കും ആലോചിച്ച് നോക്കി. എടാ മോനെ, നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലേടാ, എന്ത് പഠിത്തവാ വാപ്പ പഠിപ്പിച്ച്? മദ്രസയിൽ കുറച്ച് പഠിത്തോ, ഇതൊന്നും എന്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റതല്ലേ ഏറ്റവും വലിയ താല്പര്യം? ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇന്ന് UK യിലും ലണ്ടനിലൊക്കെ പഠിപ്പിച്ചു വിടുന്ന എന്തിനാ? ഒരു 10 ലക്ഷം രൂപ കിട്ടും, അവിടെ ഒരു വീട് കിട്ടും. ഇവിടെ വാപ്പ ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് കിളവനിയായിട്ട് ഇവിടെ കിടക്കാണ്. മരിച്ചാൽ മയ്യത്ത് കാണാൻ പറ്റൂല, സുഖമില്ലാതെ ആശുപത്രി കിടന്ന ഒന്ന് പോയി സന്ദർശിക്കാൻ പറ്റൂല. ഈ കോടാനുകോടി രൂപ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഈ മക്കളെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ട് എന്ത് പുണ്യാബീവേ! ഈ 10 ലക്ഷം 50 ലക്ഷം കിട്ടിട്ട് എന്ത് സുഖം ജീവിതത്തില്. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ റാഹത്താട് നടന്നു പോയാൽ പോരെ. മോനെ, മരിക്കുന്നവരെ നിന്നെ കണ്ട് എനിക്ക് ജീവിക്കണോടാ. റാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതും നീ നിന്നെ കൊണ്ട് പറ്റുന്നതും സമ്പാദിച്ചോണ്ട് പോവാ, റാഹത്തായിട്ട് മരിച്ചവരെ പോകാം, മരിക്കുന്നവരെ ജീവിച്ചു പോവാം. ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് സന്തോഷത്തോടുകൂടി കിട്ടുന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് റാഹത്തായിട്ട് ഒരുമിച്ച് കൂടി കഴിഞ്ഞുകൂടാം. ഇത് മക്കളെ ഉണ്ടാക്കി പഠിപ്പിച്ചിട്ട് ഏതോ ഒരു ലോകത്ത് കണ്ണെത്താ ദൂരത്ത് മരിച്ച ആശുപത്രിയിൽ കിടക്കാണെന്ന് പറഞ്ഞാൽ പോലും മയ്യത്തിസ്കരിക്കാൻ പോലും എത്താൻ പറ്റൂല. 10, 20, 25 മണിക്കൂറോളം ദീർഘദൂരം യാത്ര ചെയ്ത് പോയിട്ട് വന്നാല് വാപ്പ അവിടെ എത്തുമ്പോ മയ്യത്ത് കാണാൻ പോയ വാപ്പ മോന്റെ മയ്യത്തടക്കിയതിന് ശേഷം അരമണിക്കൂറിൽ വാപ്പായി മരിച്ചു. കാരണം എന്താ? ക്ഷീണം കൊണ്ട് തകർന്നു വാപ്പ. എന്താണ് ആ വാപ്പാടെ മയ്യത്ത് ഉമ്മ കാണാൻ പറ്റില്ല, കാരണം തിരിച്ച് 20 മണിക്കൂർ ഇങ്ങോട്ട് കൊണ്ടുവരണം. ചിന്തിക്കുക അബീവേ. ഈ മക്കളെ മൊത്തവും ചെറുപ്പക്കാരായ മക്കളെ മൊത്തം പഠിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വിടുകയാണ്. ഇവിടെ പിന്നെ ആരുണ്ട്? വേണ്ട മക്കളെ വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ബ്രോയിലർ മക്കളാണോ ഇത്? എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നീ പോയി ജീവിച്ചോടാ. രണ്ടല്ലോ അമേരിക്കയിലെ എവിടെ നീ പോ. അവ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടോ? അവനെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അവൻ നമസ്കരിച്ചോ എന്ന് ചോദിക്കാൻ കഴിയുന്നുണ്ടോ? സുബഹിസ്കരിച്ചോടാ മോനെ ചോദിക്കാൻ കഴിയുന്നുണ്ടോ? ഖുർആൻ ഓതിയോടാ മോനെ ചോദിക്കാൻ കഴിഞ്ഞോ? നമ്മുടെ നിയന്ത്രണം വിട്ടുപോയി, നമ്മുടെ കണക്ഷൻ വിട്ടുപോയി, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കണക്ട് പോയി. നമ്മൾ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിച്ചതുപോലെയാണ്. സുഹൃത്തുക്കളെ, ചിന്തിച്ചാൽ മതി. പഠിപ്പിക്കണ്ടെന്നൊന്നും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഇരുത്തരുത്. പഠിപ്പിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പഠനത്തിനുമുള്ള സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും പഠിക്കേണ്ടവന് പഠിക്കാം. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ മുൻമുന്നിലുണ്ട്. നമ്മുടെ മൊബൈൽ ഉണ്ടല്ലോ. അമേരിക്കയിൽ ജോലി ചെയ്യുന്നവൻ ഇവിടെ ഇരുന്നിട്ടാണ് അവൻ കാശ് ഉണ്ടാക്കുന്നത്. മൊബൈൽ വെച്ചിട്ട്, കമ്പ്യൂട്ടർ വെച്ചിട്ട്, ലാപ്ടോപ്പ് വെച്ചിട്ട്. ഞാൻ എന്താ പോകുന്നില്ലേ? ഇവിടെ ഇരുന്നാലും മതി ഉസ്താദേ, നമുക്ക് ശമ്പളം ഇഞ്ഞു വരുമെന്ന്. അവന്റെ കൈ കുമ്പിളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവച്ചു കൊടുത്തു. പിന്നെന്തിനാ അവന് വിഷമം? അതുകൊണ്ട് മക്കള് ആഖിറത്തിലെ പൂക്കളാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കളെ ഒന്നും പഠിപ്പിച്ചില്ല പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഈ മക്കൾ നമുക്ക് നാളെ എതിരെ പരാതി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ വാപ്പയും ഉമ്മയും നാളെ പിടിക്കപ്പെടും. സൂക്ഷിച്ചോളി. അക്രിമൂ ഔലാദകും വഅഹ്സിനൂ അദബകും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കണേ, ആദരിക്കണേ. അവർക്ക് മാന്യമായ തർബിയത്ത്, അവർക്ക് മാന്യമായ ശിക്ഷണം നിങ്ങൾ വാങ്ങിക്കൊടുക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹില വാലിദുൻ വലദഹു അഫ്ളല മിൻ നഹിലിൻ മിൻ അദബിൻ ഹസനിൻ ഔ കമാ ഖാല അലൈഹിസ്സലാം. ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപഹാരം എന്തെന്നറിയുവോ? കളിപ്പാട്ടം എന്തെന്നറിയുവോ? മാന്യമായ നിലയിൽ അദബും മര്യാദയോടെയും കൂടി വളർത്തണേ. അതാ വേണ്ടത്. നമ്മൾ ഇന്ന് അദബ് കേട് കാണിച്ച് മക്കള് തമ്മാടിത്തരം കാണിക്കുമ്പോൾ വാപ്പ മിണ്ടാതെ കൈകെട്ടിരിക്കുമ്പോഴാണ് ഇവനൊക്കെ വളർന്നു വരുമ്പോൾ കേടിയായിട്ട് വരുന്നത്.
ആ കാലഘട്ടത്തിൽ. അപ്പൊ പറയും മറ്റവന്റെ മോനായിരുന്നു, അല്ല മറ്റേ അവന്റെ മോനാ, അങ്ങനെ പറയും. മനസ്സിലായില്ലേ? വലദുസൂ യഹ്ദിമു ശറഫാ വയുശയ്യിനു സലഫാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തെമ്മാടിയായ മോനുണ്ടല്ലോ, യഹ്ദിമു ശറഫാ വയുശയ്യിനു സലഫാ, മുൻഗാമികളുടെ പേര് നശിപ്പിക്കുന്നവനാണ്, നമ്മുടെ ഏറ്റവും വലിയ അന്തസ്സും അഭിമാനവും പിച്ചി ചീന്തുന്നവനാണ് മോശമായ മോൻ. നബിയുനാ റസൂലുള്ളാഹി മാപ്പായ പേര് കേൾപ്പിക്കും. നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ തറവാടിനെ പേര് കേൾപ്പിക്കും. നല്ല ഒരു തറവാടിത്തം നമുക്കുണ്ടായിരുന്നു. ഈ ഒരൊറ്റ മോന്റെ കാരണത്താൽ ആ തറവാടിന് പോലും ദുഷിച്ച പേരായി പോയി. സലഫു സാലിഹീങ്ങള്, മുൻഗാമികള് നമുക്ക് കാണിച്ചെന്ന വഴികളെ മുഴുവനും തെറ്റിച്ച് കളഞ്ഞവനാണ് ഇവൻ. പിഴച്ചവൻ എന്ന് നാട്ടുകാർ വിധി എഴുതേണ്ട ഒരു ഗതികേടിലേക്ക് വരരുത്. നമ്മൾ ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സലാസത്തു അശ്യാ അസീറത്തുൻ ഫീ കുല്ലി സമാൻ. മൂന്ന് കാര്യങ്ങൾ എല്ലാ കാലത്തും അമൂല്യമാണ്, വിലമതിക്കാനാവാത്തതാണ്. ഒന്ന് വഹിയ അൽ ഇഖാഉ ഫില്ലാഹ്, ഐക്യവും സാഹോദര്യവും നിലനിർത്തണേ, അതിനുവേണ്ടി സൗഹാർദ്ദ സംഭാഷണങ്ങൾ നടത്തണേ, സൗഹാർദ്ദ വേദികൾ നിങ്ങൾ സംഘടിപ്പിക്കണേ. രണ്ട് വസ്സൗജത്തുൽ അലീഫ തുഈനുഹു ഫീ ദീനിഹി വദുനിയാ വസ്സൗജത്തു സാലിഹത്തു, സാലിഹത്തായ ഒരു ഭാര്യ, അൽ അലീഫത്തു തുഈനുഹു ഫീ ദീനിഹി വദുനിയാ, ദുനിയാവിലും ആഖിറത്തിന്റെയും വിഷയത്തിൽ തന്റെ ഭർത്താവിനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരു സാലിഹത്തായ സദ്വർത്തയായ പെണ്ണിനെ നമുക്ക് കിട്ടിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന സമ്പത്തിൽ ഏറ്റവും അമൂല്യമായ സമ്പത്ത് അതാണ് നമ്മുടെ പെണ്ണ്. സുബഹിസ്കരിച്ചില്ല, നേരത്തെ വിളിക്കും, എഴുന്നേക്ക് എഴുന്നേക്ക്. തഹജ്ജുദ് നിൽക്കായിരുന്നു, എഴുന്നേക്ക് 10 മിനിറ്റേ ഉള്ളൂ വാങ്ങ് വിളിക്കാൻ, എഴുന്നേക്ക്. ജുമാക്ക് പോകുന്നതിന് മുമ്പ് ജുമായുടെ സമയമായി, വെള്ളം തിളപ്പിച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, കുളിച്ചിട്ട് റായത്താട്ട് ഉടുപ്പുമുണ്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, ദാണ്ട് അത്രയൊക്കെ ഇരിപ്പുണ്ട്, ചെരുപ്പൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നേരത്തെ പോയിരുന്നു ഖുർആൻ ഓത് ഇക്ക, നേരത്തെ പോയിരുന്നു സൂറത്തുൽ കഹ്ഫ് ഓത് ഇക്ക. ജുമാ എല്ലാം കഴിഞ്ഞ് വന്ന ഉടനെ തണുപ്പിച്ച വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, ചോറ് റെഡിയാക്കിയിട്ടുണ്ട്, വായിക്ക കഴിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുക. അൽഹംദുലില്ലാ. ഇതുപോലൊരു ഭാര്യയെ കിട്ടുമോ മക്കളെ? ദുനിയാവിലും ദീനിലും അവൾ സഹായിക്കുന്നവളായിരിക്കണം, ദുനിയാവിലും ദീനിലും സഹായിക്കുന്നവളായിരിക്കണം. ഇത് ജുമാക്ക് പോകുന്നതിന് ജുമാക്ക് കൂടെ പെട്ടെന്ന് പറഞ്ഞേ, സംഗമത്ത് പോകണം, പെട്ടെന്ന് പറഞ്ഞണം, ഇതുവരെയും പോയിട്ടില്ല, മാളി പോകണം, പെട്ടെന്ന് പറഞ്ഞണം. സുന്നത്തൊന്നും പിന്നെ നിസ്കരിച്ചാൽ മതി, എല്ലാവരും പിന്നെ നിസ്കരിക്കും, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മാത്രം സുന്നത്ത് പെട്ടെന്ന് ഓടി വരണം. ഇത് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണാണ്, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവളല്ല അവൾ. അവിടെ സംഗമത്ത് പോരുന്ന മഗ്‌രിബ് ഖളാവുന്ന നിശ, നമുക്ക് പതുക്കെ മഗ്‌രിബ് ഖളാവുന്ന ഈ ചുമ്മാ ഇരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് 8 മണി, അത് ഒരുമിച്ച് നിസ്കരിച്ചാൽ മതിയാ, അത് ഖളാവൂല, അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഒരുമിച്ച് നിസ്കരിക്കും. ഇവിടെ എത്ര ഉസ്താദ്മാർ ഇവിടെ അങ്ങനെ നല്ല നിസ്കരിക്കാതെ പോകുന്നു. ചില യാത്രക്കാരുടെ ഉസ്താദായിരിക്കും, ചിലപ്പോൾ മഗ്‌രിബ് ഇശാ ജമാക്കുന്നവർക്ക് അത് അറിയത്തില്ല, പൊട്ടിക്ക് അതറിയത്തില്ലല്ലോ. ഈ ചിലപ്പോൾ ദൂരെ നിന്ന് വരുന്നവരായി, കൊല്ലത്ത് നിന്ന് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ കന്യാകുമാരി വരുന്നവരായിരിക്കും, ദൂരെ നിന്നൊക്കെ വരുന്നവരായിരിക്കും. അവർ ചിലപ്പോൾ അവർ ജമ്മാക്കുന്ന നിയമം അറിയാം. ഇത് നമ്മൾ ഇവിടുന്ന് മണക്കാട് നിന്ന് അവിടെ പോയിരുന്നിട്ട് മഗ്‌രിബ് നിസ്കരിക്കാതെ ഖളാ ആക്കിക്കൊണ്ട് ഇശായും കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ ഭർത്താവ് വിചാരിക്കും, പൊട്ടൻ ഭർത്താവ്, ശരിയാ മതിയായിരിക്കും, പൊട്ടനും പൊട്ടും യോജിക്കും, മതിയാവും. ചില അങ്ങനെ ഒരു നിയമം, ഒരു മസലുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. മൊബൈൽ കുത്തിയിട്ട് എന്തെങ്കിലും ഒരു അറബി അക്ഷരം കാണിച്ചിരിക്കും. സൗദി അറേബ്യയിലത്തെ ഇന്നത്തെ പത്രമായിരിക്കും, അതിനകത്തുണ്ട് ശരിയാ ഹലാസ്. സൗദി അറേബ്യയിൽ പത്രത്തെ കണ്ടപ്പോൾ ചവിട്ടൂലല്ലോ, പത്രം അയ്യോ അറബി, അതൊക്കെ വലിയ ബഹുമാനം, എന്തോ കാര്യം മനസ്സിലാക്ക്. അത് ഖളാക്കാതെ നമസ്കരിക്കുക, എന്നിട്ട് പിന്നെ പോയിരി അവിടെ ഇത്തികാഫിൽ പോയിരി, സുബഹി വരെ അവിടെ പോയിരി, മഗ്‌രിബ് ഖളാക്ക് അല്ല. ഖളാക്കുന്നതിനെ കുറിച്ച് അതിനൊരു ചിന്തയില്ല, ഫിക്റില്ല. നമ്മുടെ താത്താമാര് മുഴുവനും കടലിന്റെ സൈഡിൽ കിടക്കുകയാണ്, മഗ്‌രിബ് നിസ്കാരം ഖളാക്കിയിട്ട് കറങ്ങാൻ പോയിട്ട് അസറിന് പോയിട്ട് മഗ്‌രിബ് ഖളാക്കിയിട്ട് ഇശാ വരെ അവിടെ കറങ്ങി ഐസ്ക്രീമും ചപ്പി ഇങ്ങനെ നടക്കും. മഗ്‌രിബ് നിസ്കാരത്തിന് കാര്യം ആരേറ്റെടുത്ത് എന്നാൽ ഈ ഭർത്താവ് ചിലപ്പോൾ ബൈക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, അടുത്ത് എവിടെങ്കിലും പള്ളി പോയിട്ട് നിസ്കരിക്കും. ഭാര്യയോ അവർക്ക് നിസ്കരിക്കണ്ടേ? അത് ഭർത്താവിനോട് ചോദിക്കും, കുല്ലുക്കും മസൂലുൻ റഅയ്യത്തി, എടാ നീ പോയില്ലേ, നീ അവളെ എന്താ കൊണ്ടുപോഞ്ഞേ, നീ എന്താ അവളെ കൊണ്ടുപോഞ്ഞത്? അതൊക്കെ ചോദ്യം ഉണ്ടാവൂലേ? നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഭർത്താവിനോടൊന്നും ചോദിക്കൂല എന്നില്ലേ? ചോദ്യം ഉണ്ടാവും.